ഫ്രണ്ട്സ്, ഇന്നത്തെ കാലത്ത് മിക്ക ആൾക്കാരുടെയും മുടി പ്രായഭേദമന്യേ നരയ്ക്കാറുണ്ട്. മുടി നരയ്ക്ക് പ്രധാന കാരണം പാരമ്പര്യം, പോഷകാഹാരക്കുറവ്, പ്രത്യേകിച്ച് വൈറ്റമിൻ B12, തൈറോയ്ഡ് പ്രശ്നങ്ങൾ, പുകവലി, ഇങ്ങനെ ജീവിതശൈലി പ്രശ്നങ്ങൾ ഒക്കെ മുടി നരയ്ക്കുന്നതിന് കാരണമാവും. അങ്ങനെ മുടിയുടെ നിറം നൽകുന്ന മെലാനിൻ എന്ന പിഗ്മെൻറ്റ് ഉൽപ്പാദിപ്പിക്കുന്ന കോശങ്ങളുടെ പ്രവർത്തനം കുറയുന്നത് മൂലം നരയ്ക്ക് പ്രധാനമായിട്ടൊരു കാരണം പറയുന്നത്. നര കാണുമ്പം തന്നെ മിക്ക ആൾക്കാരും കെമിക്കൽ ഡൈ ഒക്കെ മേടിച്ച് ഉപയോഗിക്കാറുണ്ട്. കെമിക്കൽ ഡൈയിൽ അടങ്ങിയിരിക്കുന്ന അമോണിയ, അതുപോലെ PPD, ഇതൊക്കെയാണെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ സൈഡ് എഫക്റ്റ് പതുക്കെ ഉണ്ടാകാനായിട്ട് കാരണമാകും. അപ്പോൾ മുടി കൊഴിച്ചിൽ, താരന്, അതുപോലെ തന്നെ അലർജിക് റിയാക്ഷന് ഇതിനൊക്കെ കാരണമാകും. അങ്ങനെയുള്ള സൈഡ് എഫക്റ്റ് കാരണം നമുക്ക് വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം മതി മുടി നല്ല രീതിയിൽ തന്നെ കറുപ്പിച്ചെടുക്കാം, തിരിച്ച് വരാത്ത രീതിയിൽ തന്നെ. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓൾ എന്ന ഓപ്ഷനോട് തന്നെ ചെയ്ത് വെക്കാൻ ഓർമ്മിപ്പിക്കുന്നു. എങ്കിൽ മാത്രമേ പിന്നീടുള്ള വീഡിയോയുടെയൊക്കെ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. അതേപോലെ ഈ വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യാനും, അതുപോലെ ലൈക്ക് ചെയ്യുന്ന സമയത്ത് ഹൈപ്പ് എന്ന ഓപ്ഷനോട് തന്നെ ചെയ്ത് വെക്കാൻ ഓർമ്മിപ്പിക്കുന്നു. ആദ്യത്തെ ടിപ്പ്, കുക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ക്ലീനാക്കി വെക്കാനായിട്ടുള്ള ദോശത്തവയാണിത്. ഇരുമ്പിൻ്റെ ദോശത്തവ നമ്മൾ പ്രോപ്പറായിട്ട് കെയർ ചെയ്ത് വെച്ചില്ലെങ്കിൽ അത് പെട്ടെന്ന് തുരുമ്പെടുത്ത് പോകുന്നതിനൊക്കെ കാരണമാവും. അപ്പോൾ നമ്മൾ ഉപയോഗം കഴിഞ്ഞിട്ട് എങ്ങനെ അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണമെന്നാണ് കാണിക്കുന്നത്. ആദ്യം തന്നെ നമ്മൾ ചൂടായിട്ടിരിക്കുന്ന ദോശത്തവ അത് തണുക്കാനായിട്ട് അനുവദിക്കണം. ചൂടോടുകൂടി ഇരുമ്പിൻ്റെ തവയൊക്കെ നമ്മൾ കഴുകാനായിട്ട് ശ്രമിക്കരുത്. അപ്പോൾ ഇത് നല്ല തണുത്ത് വന്നിട്ടുള്ള ദോശത്തവയാണ്. ഇനി ഇത് നന്നായിട്ട് സോപ്പൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുന്നുണ്ട്. ദോശത്തവ നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. ഇരുമ്പിൻ്റെ പാത്രത്തിൽ വെള്ളമയം ഒന്നും ഒട്ടുമേ ഇരിക്കാൻ പാടില്ല. അപ്പോൾ നമ്മളിപ്പോൾ ഈ കഴുകിയെടുത്ത ദോശത്തവ നന്നായിട്ടൊന്ന് ഡ്രൈ ആയി കിട്ടണം. അതിന് വേണ്ടിയിട്ട് ഗ്യാസിലോട്ട് വെച്ചിട്ട് ഗ്യാസ് ഓണാക്കുന്നുണ്ട്. എന്നിട്ട് ചെറിയ ചൂടിൽ അതൊന്ന് പെട്ടെന്ന് നന്നായിട്ട് ഡ്രൈ ആയി കിട്ടും. ഡ്രൈ ആയി വരുന്ന സമയത്ത് നമുക്ക് ഗ്യാസ് ഓഫാക്കാം. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇതിലോട്ട് നല്ലെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഒരു സ്പൂണിൽ താഴെ ആണെങ്കിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഒരു ടിഷ്യൂ പേപ്പർ എടുത്തിട്ട് ആ എണ്ണയാണെങ്കിൽ ആ പാനിൽ മുഴുവനും ആക്കി കൊടുക്കണം. അകത്ത് പാനിൽ തൂത്ത് കൊടുത്ത പോലെ തന്നെ അതിൻ്റെ പുറകു സൈഡിലും നമ്മൾ ഇതുപോലെ തന്നെ തൂത്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതിൻ്റെ പുറകു സൈഡ് നന്നായിട്ട് തൂത്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ എവിടെയാണോ പ്ലേസ് ചെയ്ത് വെക്കുന്നത് അവിടെ കൊണ്ട് വെക്കാവുന്നതാണ്. ഈ രീതിയിൽ സൂക്ഷിച്ച് നമ്മൾ ഉപയോഗം കഴിഞ്ഞിട്ട് വെക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ നമ്മുടെ അയൺ പാത്രങ്ങൾ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാം. ഒട്ടുമേ തുരുമ്പൊന്നും എടുക്കാതെ തന്നെ. നമ്മൾ ഇതുപോലെ എണ്ണ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് നല്ലെണ്ണ വേണം ഒഴിച്ചു കൊടുക്കാൻ. നല്ലെണ്ണ ഒഴിക്കുകയാണെങ്കിൽ ആ പാത്രത്തിലോട്ട് നന്നായിട്ട് അബ്സോർവ് ചെയ്യുന്നതായിട്ട് കാണാം. അതേസമയം നമ്മൾ വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലോ ഒക്കെ ഒഴിക്കുകയാണെങ്കിൽ ആ പാത്രത്തിൽ ഇങ്ങനെ മെഴുക്ക് പോലെ ഒട്ടിക്കറ പോലെ വരുന്നതായിട്ട് കാണാം. അപ്പോൾ കൂടുതലും നമ്മൾ ഇതുപോലുള്ള ഇരുമ്പ് പാത്രങ്ങൾ ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നമ്മൾ ഇതുപോലെ എടുത്തു വെക്കുന്ന സമയത്ത് നല്ലെണ്ണ ഉപയോഗിക്കുന്നതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അടുത്ത രണ്ടാമത്തത്, ഞാനിവിടെ വെളുത്തുള്ളിയാണ് എടുത്തിരിക്കുന്നത്. ഒരു കുടം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. നമുക്കിതിൻ്റെ ഒരല്ലി മാത്രം മതി നമുക്ക് എത്ര നരച്ച മുടിയാണേലും അത് കട്ട കറുപ്പാക്കി എടുക്കാനായിട്ട്. ഇരിക്കുന്ന വെളുത്തുള്ളിയുടെ അല്ലിയെല്ലാം സെപ്പറേറ്റ് ആക്കി എടുക്കുന്നുണ്ട്. അതിൽ നിന്നൊരു 4 വെളുത്തുള്ളി അല്ലി എടുക്കുന്നുണ്ട്. വെളുത്തുള്ളിയുടെ തോലൊന്നും കളയുന്നില്ല, അതോടുകൂടിയാണ് എടുക്കുന്നത്. നമ്മൾ വെളുത്തുള്ളിയുടെ തോല് വെച്ച് നമ്മൾ ഹെയർ ഡൈ ഉണ്ടാക്കാറുണ്ട്. അതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ നേരത്തെ അപ്ലോഡ് ആക്കിയിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് കയറി കാണാവുന്നതാണ്. വെളുത്തുള്ളിയിൽ അടങ്ങിയിരിക്കുന്ന സൾഫറും വൈറ്റമിൻസും ഒക്കെ ആണെങ്കിൽ മുടിയെ കൂടുതൽ സ്ട്രെങ്തനാക്കുകയും അതുപോലെ സ്കാൽപ്പ് ഹെൽത്തിനെയൊക്കെ സപ്പോർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇവിടെ ഇരിക്കുന്ന വെളുത്തുള്ളി അതിൻ്റെ തോലോടുകൂടി തന്നെ ഒന്ന് ചതച്ചെടുക്കുന്നുണ്ട്. വെളുത്തുള്ളിയിലെ വൈറ്റമിൻ C, B6, മിനറൽസ് ആയിട്ടുള്ള സെലീനിയം, സിങ്കും ഒക്കെ ആണെങ്കിൽ മുടിയുടെ ഹെൽത്തിനെ സപ്പോർട്ട് ചെയ്യുകയും അതുപോലെ ഓക്സിഡേറ്റീവ് സ്ട്രെസ് കുറയ്ക്കുകയും ചെയ്യും. വെളുത്തുള്ളിക്ക് ആൻറ്റി ബാക്ടീരിയൽ, ആൻറ്റി ഫംഗൽ പ്രോപ്പർട്ടീസ് ഉള്ളതുകൊണ്ട് നമ്മുടെ തലയിലുണ്ടാകുന്ന താരന്, ഇൻഫെക്ഷനൊക്കെ കുറയ്ക്കുന്നതിന് സഹായിക്കും. എടുത്തിരിക്കുന്ന വെളുത്തുള്ളി എല്ലാം ചതച്ചെടുത്തിട്ടുണ്ട്. അതൊരു ചെറിയൊരു ബൗളിലോട്ട് എടുക്കുന്നുണ്ട്.
നല്ല ഇതുപോലുള്ള ഒരുപാട് ഹെയർ ഡൈ ഒക്കെ അപ്ലോഡ് ആക്കിയിട്ടുണ്ട്, അതുപോലെ ഹെയർ ഡൈ ഓയിലൊക്കെ അപ്ലോഡ് ആക്കിയിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് കയറി കാണാവുന്നതാണ്. ഇത് നമുക്ക് ഒലിവ് ഓയിലാണ്, ബെസ്റ്റ് ഒലിവ് ഓയിലാണ്. ഇനിയിപ്പം ഒലിവ് ഓയിൽ ഇല്ലെങ്കിൽ നമുക്ക് കോക്കനട്ട് ഓയിൽ വേണമെങ്കിലും എടുക്കാവുന്നതാണ്. 4 ടേബിൾ സ്പൂൺ വരത്തക്ക രീതിയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊരു സ്പൂൺ ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കണം. എന്നിട്ട് നമുക്കിത് ഓവർനൈറ്റ് ഒന്ന് മാറ്റി വെക്കണം. വെളുത്തുള്ളിയിലെ ഗുണങ്ങളെല്ലാം ആ ഓയിലിലോട്ട് ഇറങ്ങണം, അതിന് വേണ്ടിയിട്ടാണ് മാറ്റി വെക്കുന്നത്. ഓയിൽ മുടിയുടെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. ഇത് മുടിക്ക് നല്ല ഈർപ്പം നൽകുകയും നല്ല മിനുസമാർന്ന തിളക്കമാർന്നതുമായിട്ട് വരുന്നതിന് സഹായിക്കും. മുടി കൊഴിച്ചിൽ കുറയ്ക്കുകയും മുടിക്ക് നല്ല ബലം നൽകുകയും രക്തയോട്ടം വർദ്ധിക്കുന്നതിന് സഹായിക്കുന്നു. ഓയിൽ ഉപയോഗിക്കുന്ന സമയത്ത് ചെറുതായിട്ടൊന്ന് ചൂടാക്കുക, എന്നിട്ട് തലയോട്ടിൽ ചെറുതായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുത്താൽ തന്നെ നല്ല രീതിയിലുള്ള രക്തയോട്ടം വർദ്ധിക്കുന്നതിനായിട്ട് സഹായിക്കും. ഓവർനൈറ്റ് വെച്ചിട്ട് നമുക്ക് പിന്നെന്താ ചെയ്യേണ്ടതെന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ ഇരുമ്പ് ചീഞ്ചട്ടി എടുത്തിട്ടുണ്ട്. ആദ്യം ഇട്ട് കൊടുക്കുന്നത് നെല്ലിക്കാപ്പൊടിയാണ്. ഒരു 2 ടീസ്പൂണ് നെല്ലിക്കാപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ ഡൈ ഒക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന പൊടിവകകൾ, അതായത് നെല്ലിക്കാപ്പൊടി അതുപോലെ ഹെന്നയൊക്കെ ആണെങ്കിൽ എപ്പോഴും ഫ്രഷായിട്ട് തന്നെ ഉള്ളത് നമ്മൾ എടുക്കാനായിട്ട് ഉപയോഗിക്കണം. അതുപോലെ പൊട്ടിച്ച് കഴിഞ്ഞ് നമ്മൾ 1-2 സ്പൂൺ മതിയായിരിക്കും. അത് കഴിഞ്ഞ് നമ്മൾ നല്ല എയർ ടൈറ്റായിട്ട് തന്നെ അത് എടുത്ത് വെക്കാനും പ്രത്യേകം ശ്രദ്ധിക്കണം. അതിലോട്ട് എടുക്കുന്നത് ഹെന്ന പൗഡറാണ്. അപ്പോൾ 2 ടീസ്പൂൺ ഹെന്ന പൗഡറും എടുക്കുന്നുണ്ട്. രണ്ടും കൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം. ഇതിലേക്ക് നമ്മുടെ ആ ഒലിവ് ഓയിൽ അരിച്ച് വേണം ഒഴിക്കാനായിട്ട്. ഇപ്പോൾ ഒലിവ് ഓയിൽ കുറച്ചേ ഉള്ളതുകൊണ്ട് അരിച്ചൊഴിക്കുന്നില്ല. അത് ജസ്റ്റ് അതിൽ വെളുത്തുള്ളി ചതച്ചൊന്നും വീഴാതിരിക്കാനായിട്ട് പ്രത്യേകം ഒരു സ്പൂൺ ഒന്ന് പിടിച്ചിട്ട് ഒന്ന് ചരിച്ചൊന്ന് ഒഴിക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഈ പൊടി വകകളും എന്നിട്ട് നമ്മുടെ ഈ ഓയിലൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം. മിക്സാക്കി എടുത്തിട്ട് നമുക്ക് ഒരു 24 മണിക്കൂർ മാറ്റി വെച്ചിട്ട് ഒരു പ്രത്യേക ഒരു കുപ്പിയിലാക്കി നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. മുമ്പ് ഡ്രൈ ആയിട്ടുള്ള മുടിയിൽ ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഒരു 1/2 മണിക്കൂർ കഴിഞ്ഞിട്ട് മുടി നന്നായിട്ട് വാഷ് ചെയ്ത് നമുക്ക് എടുക്കാവുന്നതാണ്. ഒരു താളി ഉപയോഗിച്ച് വേണം മുടി വാഷ് ചെയ്യാനായിട്ട്. നമ്മൾ പതിവായിട്ട് ഇത് ഉപയോഗിക്കുകയാണെങ്കിൽ മുടി കൊഴിച്ച് തടയുന്നതിനും അതുപോലെ അകാലനര തടയുന്നതിനും സഹായിക്കുന്നതാണ്. എടുത്തു കഴിഞ്ഞിട്ട് വരുന്ന ആ വെളുത്തുള്ളിയിലോട്ട് നമുക്ക് വീണ്ടും കുറച്ച് ഒലിവ് ഓയിൽ ഒഴിച്ചിട്ട് ഇതുപോലെ തന്നെ എണ്ണ ഉണ്ടാക്കി എടുക്കാവുന്നതാണ്. ഒരു പ്രാവശ്യമോടൊക്കെ ഉണ്ടാക്കിയെടുക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതേപോലെ ഞാനിവിടെ കാണിക്കുന്ന പോലെ ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ട് ഒരു മൺചിരാതിലോട്ട് വെക്കുന്നുണ്ട്. എന്നിട്ട് കുറച്ച് നല്ലെണ്ണയാണ് അതിലോട്ട് ഒഴിച്ച് കൊടുക്കുന്നത്. ഒക്കെ യൂസ്ഫുൾ ആണെങ്കിൽ നിങ്ങളുടെ ഫാമിലിക്ക് ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ കൊടുക്കാനും മറന്നു പോകരുത് കേട്ടോ. ഒരു തിരിയോടെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് കത്തിച്ച് വെക്കുന്നുണ്ടേ. ഇതുപോലെ നമ്മൾ സന്ധ്യാസമയത്ത് ഒന്ന് കത്തിച്ച് വെക്കുകയാണെങ്കിൽ കൊതുക് ശല്യമൊക്കെ മാറിക്കിട്ടും, ചെറിയ ചെറിയ പ്രാണികളുടെയൊക്കെ ശല്യം മാറിക്കിട്ടും. ഈ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആണെന്ന് കരുതുന്നു. യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് തരുക, അതുപോലെ ഹൈപ്പ് ചെയ്യാനും മറന്നു പോകരുത്. ആദ്യമായിട്ട് കാണുന്ന ഒരു സബ്സ്ക്രൈബർ ഓൾ നിമിഷം കൂടെ എനേബിൾ ചെയ്ത് വെക്കുക. നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകരുത്. ഇനി വേറൊരു വീഡിയോ ആയിട്ട് വരുന്നുണ്ടെങ്കിലും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.